നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. പുത്രനെ വിശ്വസിക്കണം എന്നല്ല, പുത്രനിൽ വിശ്വസിക്കണം എന്നാണ്. പുത്രനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് വിശ്വസിക്കുക എന്നുള്ളതല്ല. അല്ലെങ്കിൽ യേശുക്രിസ്തു പ്രവചനപ്രകാരം ബേത്ലഹേമിൽ പുരുഷബന്ധം കൂടാതെ ജനിച്ച് ഇവിടെ ജീവിച്ച് ദൈവത്വം തെളിയിച്ച് അത്ഭുതം പ്രവർത്തിച്ച് കുരിശിൽ മനുഷ്യന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, സ്വർഗത്തിൽ നിന്നുകൊണ്ട് വീണ്ടും വരും എന്നുള്ള ആ ഒരു സത്യം, ആ ഒരു ചരിത്ര സത്യം, അത് വിശ്വസിക്കുക എന്നുള്ളതല്ല. അത് നമ്മുടെ അറിവാണ്. അത് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ള സത്യമാണ്. സംഭവിച്ച കാര്യവും ഇനി സംഭവിക്കാൻ പോകുന്നതുമാണ്. അതല്ല ലോകത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും പറയുന്നത് ഞങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നവരാണ്, യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നവരാണ്, ആ ദൈവമായ യേശുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, യേശുവെ അങ്ങ് ദൈവമാണല്ലോ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. ഞങ്ങളെ നല്ലവരാക്കണമേ, അങ്ങനെ ഒരു പാട്ട് ഈയിടെ കേട്ടു, പഴയൊരു പാട്ട്. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങൾക്ക് രോഗസൗഖ്യം തരണമേ, അവിടുന്ന് ദൈവമാണല്ലോ. ഇതാണ് പലരുടെയും പ്രാർത്ഥന, ഇതാണ് പലരുടെയും ദൈവഭക്തി. പ്രിയപ്പെട്ടവരെ, യേശു ദൈവമാണെന്ന് വിശ്വസിക്കുക എന്നുള്ളത് കൊണ്ടായില്ല. യേശു ദൈവമാണ്. യേശുവിനോട് ക്ഷമിക്കണമെന്ന് പറയുക, അതല്ല വേണ്ടത്. യേശുവിനോട് രോഗസൗഖ്യം തരണമെന്ന് പറയുക, അതല്ല വേണ്ടത്. യേശുവിനോട് സഹായിക്കണമെന്ന് അപേക്ഷിക്കുക, അതല്ല വേണ്ടത്. യേശു ദൈവമായതുകൊണ്ട് എന്നെ സഹായിക്കണം, അതല്ല വേണ്ടത്. പിന്നെ ക്രിസ്തുവിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ പുത്രനിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് ഒന്ന് പുത്രൻ ആരാണെന്നും ഒപ്പം പുത്രൻ എന്ത് ചെയ്തു എന്നും, പുത്രനിൽ, പുത്രൻ ചെയ്തതിൽ, അതാണ്. യേശു ദൈവമാണെന്നുള്ളത് സത്യം. പക്ഷെ അത് വിശ്വസിച്ചാൽ സ്വർഗത്തിൽ പോവുകയില്ല. ദൈവം മനുഷ്യനായതാണ് യേശു. യേശു മനുഷ്യന് വേണ്ടി കുരിശിൽ യാഗമായതാണ്. യേശു മരിച്ചടക്കപ്പെട്ടു ഉയർത്തതാണ്. യേശു ഇനി വീണ്ടും വരും. ഇതെല്ലാം അറിവുകളാണ്. ഇതെല്ലാം ഒന്നുകിൽ ചരിത്ര സംഭവങ്ങളോ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളോ ആണ്, വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ നമ്മുടെ രക്ഷയ്ക്ക് അതല്ല ആധാരമായിരിക്കുന്നത്. വിശ്വാസപ്രമാണം ചൊല്ലിയാൽ രക്ഷിക്കപ്പെടുകയില്ല. പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്, അതുപോലെ ബൈബിള് സത്യമാണ്. ഇതൊന്നും ഏറ്റുപറഞ്ഞിട്ട് ഇതൊന്നും ചൊല്ലിയിട്ട് ആരും രക്ഷിക്കപ്പെടുക, അതൊക്കെ സത്യങ്ങളാണ്. എന്നാൽ പുത്രനിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് പുത്രൻ എന്ത് ചെയ്തുവോ, എന്ത് ചെയ്യാനാണ് പുത്രൻ വന്നത്? യേശു വന്നത് നമുക്കായി യാഗമാകാനാണ്. അത് മനുഷ്യവർഗത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് വേണ്ടി. ഓരോരുത്തൻ മാനസാന്തരപ്പെടണം, ഇടുക്കുവാതിലൂടെ കടക്കണം. ഇടുക്കുവാതിലൂടെ വണ്ണറ്റേറ്റയും ഒരാൾക്കേ ഒരു സമയത്ത് യേശുവിനെ കൈക്കൊള്ളാൻ സാധിക്കൂ, അല്ലെങ്കിൽ ഇടുക്കുവാതിലൂടെ കടക്കാൻ. ഇടുക്കുവാതിലാണ്. അപ്പോൾ വ്യക്തിപരമായി യേശു എനിക്കായി മരിച്ചു എന്ന് സമ്മതിച്ച് ആ യേശുവിൽ ആശ്രയിക്കണം പൂർണ്ണമായിട്ട്. അല്ലെങ്കിൽ പിതാവിനോട് സമ്മതിക്കണം, പിതാവേ, അങ്ങയുടെ പുത്രനെ അങ്ങ് ഭൂമിയിൽ അയച്ചത് എൻ്റെ പാപം വഹിക്കുന്ന ദൈവകുഞ്ഞാടായി തീരാനാണ്. എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയും കൂടെ വഹിച്ചുകൊണ്ടാണ് അവിടുത്തെ പുത്രൻ കുരിശിൽ യാഗമായത്. എൻ്റെ പാപപരിഹാരത്തിനാണ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത്. അതുകൊണ്ട് പിതാവേ, അങ്ങയച്ച പുത്രനിൽ ഞാൻ വിശ്വസിക്കുന്നു. പുത്രൻ്റെ പ്രവൃത്തിയിൽ, പുത്രൻ്റെ യാഗത്തിൽ എൻ്റെ സ്ഥാനത്താണ് അങ്ങയുടെ പുത്രൻ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് നാം രക്ഷിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ദൈവമക്കളാകുന്നത്, അല്ലെങ്കിൽ നിത്യജീവൻ പ്രാപിക്കുന്നത്. അത് നാം മുമ്പ് ചിന്തിച്ചതാണ്. യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ ദൈവം അധികാരം നൽകി. യേശുവിനെ വിശ്വസിച്ചാൽ പോരാ,
യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ ദൈവത്വത്തിലും യേശുവിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയിലും ആശ്രയിക്കണം. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ 1 ആശ്രയിക്കുക എന്നാണ്, 2 അനുസരിക്കുക എന്നാണ്. താഴെ വായിക്കുന്നത്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. അപ്പോൾ യേശു എന്നിൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ ജീവിക്കുന്ന യേശുവിനെയാണ് അനുസരിക്കേണ്ടത്. യേശു ജീവിക്കുന്നു. യേശു എന്താ പറഞ്ഞത്? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട്. അപ്പോൾ നമ്മോട് കൂടെയുള്ള ആ യേശുവിനെ അനുസരിക്കണം. യേശു കൽപ്പിച്ചതെല്ലാം അനുസരിക്കുക, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചൊക്കെ അനുസരിക്കുക എന്നുള്ളതിനേക്കാൾ പുത്രനെ അനുസരിക്കുക, പുത്രനിൽ വിശ്വസിക്കുക, പുത്രനെ അനുസരിക്കുക. പുത്രനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഭൂതകാലത്ത് കാൽവറി കുരിശിൽ എനിക്കായി പുത്രൻ യാഗമായി, എൻ്റെ ശിക്ഷയേറ്റ് ദൈവപുത്രൻ യാഗമായി. പുത്രനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഉയർത്തുന്നിട്ട് അദൃശ്യനായി ജീവിക്കുന്ന ആ യേശുവിനെ യേശു എന്തു പറഞ്ഞാലും അനുസരിക്കുവാൻ സന്നദ്ധനാകണം. ഇന്ന് വളരെയധികം ആളുകൾ യേശുവിനെ വിശ്വസിക്കുന്നവരുണ്ട്. അവരുടെ പേര് ക്രിസ്ത്യാനികളെന്നാണ്. തോമസും ചാക്കോയും മറിയാമ്മയും ശോശാമ്മയും. അവരൊക്കെ യേശുവിനെ വിശ്വസിക്കുന്നവരാണ്, യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നവരാണ്, യേശുവെ രക്ഷിക്കണമെന്ന് പറയുന്നവരുമാണ്. എന്നാൽ യേശു എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയേറ്റാണ് മരിച്ചത്, അല്ലെങ്കിൽ എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയേറ്റ് യാഗമായത് യേശുവാണ്, യേശു മാത്രമാണ്. അവനിലാണ് രക്ഷ, അവൻ്റെ കുരിശുമരണത്തിലാണ് രക്ഷ. ഒന്ന്, നാം അതിൽ ആശ്രയിക്കണം. അതിൽ ആശ്രയിക്കണം തന്നെ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കണം. യേശുവിലും ആശ്രയിക്കുക, വേറൊരാളിലും അതിന് പാടില്ല. യേശുവിൽ മാത്രം, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശകീഴി മനുഷ്യന് നൽകപ്പെട്ട വേറൊരു നാമമില്ല എന്നാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. അപ്പം യേശുവിൻ്റെ മരണത്തിലാണ് രക്ഷ. അതിൽ ആശ്രയിക്കണം, അതിൽ മാത്രം ആശ്രയിക്കണം. അതാണ് പൂർണ്ണഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ യേശുവിൽ വിശ്വസിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം. രണ്ടാമത്തേത്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ഇന്ന് യേശുവിനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്, യേശുവിനോട് പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. പക്ഷേ യേശുവിനെ അനുസരിക്കാൻ അവർക്ക് മനസ്സില്ല. കാരണം അവർ യേശുവിനെ അനുസരിക്കുമ്പോൾ മതനേതാക്കൾ എതിരാകും. യേശുവിനെ അനുസരിക്കുന്നവൻ യേശു മാതൃക കാണിച്ചതുപോലെ സ്നാനപ്പെടണം, അല്ലെങ്കിൽ യേശു കൽപ്പിച്ചതുപോലെ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. എന്നിട്ട് അങ്ങനെ സ്നാനപ്പെട്ടവരോട് ചേർന്ന് ആരാധിക്കാൻ തയ്യാറാകണം. യേശു തിരുവത്താഴം ഒക്കെ സ്ഥാപിച്ച ഒരപ്പവും ഒരു പാത്രം വീഞ്ഞുമാണ്. അതിൽ നിന്ന് എല്ലാവരും കുടിക്കുക എന്നുള്ളതാണ്. അതൊക്കെയാണ് കർത്താവ് കാണിച്ച മാതൃക. അപ്പോൾ കർത്താവ് കാണിച്ച മാതൃക അനുസരിച്ച് സ്നാനപ്പെടണം, കർത്താവ് കാണിച്ച മാതൃക അനുസരിച്ച് തിരുവത്താഴത്തിൽ പങ്കെടുക്കണം. ഒരു അപ്പത്തിൽ നിന്ന് എല്ലാവരും കൂടെ, ഒരു പാത്രം വീഞ്ഞിൽ നിന്ന് എല്ലാവരും കൂടെ. അതാണ് യേശു കാണിച്ച മാതൃക. അതാണ് യേശുവിനെ അനുസരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം. അങ്ങനെ യേശുവിൽ വിശ്വസിക്കുന്നവന് എന്താണ്? നിത്യജീവനുണ്ട്, അല്ലെങ്കിൽ സ്വർഗമുണ്ട്, അല്ലെങ്കിൽ അവൻ ദൈവമകനായിരിക്കുന്നു, അവൻ്റെ നരകം മാറിയിരിക്കുന്നു. അതാണ് പുത്രനിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്. ഉണ്ടാകുമെന്നല്ല, എപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ യേശു എനിക്കായി മരിച്ചു എന്ന് വിശ്വസിച്ച് ആശ്രയം അർപ്പിക്കുന്നു, അപ്പോൾ നിത്യജീവൻ കിട്ടുകയാണ്. നിത്യതയോളം ജീവിക്കുവാൻ വേണ്ട ആ ജീവൻ കിട്ടുകയാണ്. അങ്ങനെയുള്ള ഒരു പുത്രനെ പൂർണ്ണമായിട്ട് അനുസരിക്കും. എന്നെ സ്നേഹിച്ചാണ് യേശു കുരിശിൽ യാഗമായത് എന്ന് തിരിച്ചറിയുന്നവർ, അത് വിശ്വസിക്കുന്നവർ, അതിൽ ആശ്രയിക്കുന്നവർ യേശുവിനെ മാത്രമേ അനുസരിക്കത്തുള്ളൂ. യേശുവിനെ പൂർണ്ണമായി അനുസരിക്കും. അവരത് ആരെയും പേടിക്കത്തില്ല. അവര് മാതാപിതാക്കളെക്കാൾ, അല്ലെങ്കിൽ ബന്ധുക്കളെക്കാൾ, അല്ലെങ്കിൽ മത നേതാക്കളെക്കാൾ, കൂട്ടുകാരെക്കാൾ എല്ലാം യേശുവിനെ സ്നേഹിക്കുന്നതിനാൽ അവർ യേശുവിനെ അനുസരിക്കും. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകുമെന്നല്ല, ഉണ്ട്. പുത്രനെ അനുസരിക്കാത്തവന് ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. ദൈവക്രോധം മാറുവാൻ, നരകം മാറുവാൻ, നമുക്കായി നരകമേറ്റ യേശുക്രിസ്തുവിൽ ആശ്രയിക്കാൻ, യേശുവിനെ പൂർണ്ണമായി അനുസരിക്കുവാൻ ദൈവം എല്ലാവർക്കും കൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.